सुल्तान विलायत वलियों पे हुकूमत, अल्लाह की रहमत, अल्लाह की नमत, गौसे पाक, गौसे पाक, गौसे पाक, गौसे पाक। उत्तमजात कुलम मदनी उत्त हुसैनियरे हसनी कत्तियुदित् तलम मदनी कत्तनिलत्ति मअल बदनी या मुहियुद्दीन कई तरुगी स्नेहमलरे खुद बियदी या जिलानी शैलिल्ला या जिलानी शैलिल्ला या जिलानी शैलिल्ला अल मदद बिइذनिल्ला जगादी पदान मिदा फतह की जनावलिल जहलिन मरदी की जदबुल क़ासिमिन पुरुल वेളിവാക്കി ബുദ്ധമനാകൃതരേ മുഹിയദ്ദീൻ या जिलानी शैलिल्ला या जिलानी शैलिल्ला या जिलानी शैलिल्ला अल मदद बिइذनिल्ला कदम दर्दने औलिया पर है तेरा, कदम दर्दने औलिया पर है तेरा, है तू रब का ऐसा वली गौसे आज़म, है तू रब का ऐसा वली गौसे आज़म। ഇസ്ലാമിലെ ജന്മനിയെ നിത്യശുഭോദിൻ തേങ്കനിയെ നിക്കസ്റാറിൻ കൈവഴിയെ ഇഹ്സാനുണർത്തും ശൈഖലിയെ ഇൽമമൃതം തരൂ യാ മുഹിയദ്ദീൻ അൽമദദങ്ങളിൽ താകുതുബുദ്ദീൻ തൽബയെ പോക്കി ഗുണം മരുളന്നിൽ തൽബവ സ്വർഗമരുൾ മുഹിയദ്ദീൻ सुल्तान विलायत गौसे पाक वलियों पे हुकूमत, गौसे पाक अल्लाह की रहमत, गौसे पाक अल्लाह की नमत, गौसे पाक गौसे पाक, गौसे पाक, गौसे पाक, गौसे पाक। നിത്യത എന്ന മഖാമല്ലേ, നിസ്വമനം തെളിഞ്ഞോരല്ലേ, സിദ്ധജിഹം നിറഞ്ഞോരല്ലോ, സിറുകൾ കണ്ടപോരല്ലോ, സാരമേറെ മൊഴിഞ്ഞവരെ, സൂര്യ തേജസ്സുള്ളവരെ, या जिलानी शैलिल्ला या जिलानी शैलिल्ला अल मदद बिइذनिल्ला तेरा मर्तबा वाला क्यों ना हो मौला, तेरा मर्तबा वाला क्यों ना हो मौला, तू है इब्ने मौला अली गौसे आज़म, तू है इब्ने मौला अली गौसे आज़म। ഇസ്ലാമിലെ ജന്മനിയെ നിത്യശുഭോദിൻ തേങ്കനിയെ നിക്കസ്റാറിൻ കൈവഴിയെ ഇഹ്സാനുണർത്തും ശൈഖലിയെ കാവനം ബഗ്ദാദിൻ യജമാനി കാരുണരബ്ദുൽ ഖാദിർ മേനി കാണുവാൻ ഭാഗ്യമരുൾ വരദാനി കാതലുളം തരണേ ഗുരുമേനി या जिलानी शैलिल्ला या जिलानी शैलिल्ला या जिलानी शैलिल्ला
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه صلواتي على النبي وسلامي وهو خير الأنام بدر تمامي صلواتي على النبي وسلامي وهو خير الأنام بدر تمامي صلواتي على النبي وسلامي وهو خير الأنام بدر التمام الصلاة على النبي والسلام على الرسول الشفيع الأبطاح والحبيب العربي الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടി ആരംഭിക്കാം. ഇനി ഒരുപാട് നേതാക്കൾ ഇവിടെയുണ്ട്. നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിക്കുന്ന അധ്യക്ഷനായ ഉസ്താദ് ഹംസ, നമ്മുടെ ICFൻ്റെ സെൻട്രൽ പ്രസിഡന്റ് കൂടിയായ ഹംസ സനു ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെ മഹബ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ വിശിഷ്ട സംഗമം വേദി ഉദ്ഘാടനം ചെയ്യുന്നത് ICF നാഷണൽ സെക്രട്ടറി കൂടിയായ ഹമീദ് പരപ്പ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെയും സ്വാഗത സംഘ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മഹത്തായ അൽ മഹബ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ICF നാഷണൽ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് സാഹിബ് പരപ്പ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ മദ്രസയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതിലേറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഉസ്താദുമാർ തന്നെയാണ്. അബുദാബിയിലെ അല്ലെങ്കിൽ UAE ഏതൊരു മദ്രസയെയും അപേക്ഷിച്ച് വളരെ പ്രഗത്ഭരായ ഹാഫിളുകളായ ബിരുദധാരികളായ അതോടൊപ്പം 2 തരത്തിലുള്ള വിദ്യാഭ്യാസവുമുള്ള കഴിവുള്ള ആളുകളെയാണ് നമ്മുടെ ഉസ്താദുമാർ. അവർ പ്രവർത്തിക്കുന്നതാകട്ടെ എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചു എന്നതിലുപരി അല്ലെങ്കിൽ അതിലുപരി അവരുടെ സേവനങ്ങൾ സ്വയം അർപ്പിതമായ രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. അവർക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിഹിം വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ മദ്രസയുടെ വലിയ മുന്നേറ്റത്തിന് കാരണം നമ്മുടെ രക്ഷിതാക്കളാണ്. അതിലേറെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരാണ്. വളരെ പ്രഗത്ഭരായ കഴിവുള്ള ഉസ്താദുമാരാണ് നമ്മുടെ മദ്രസ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. അൽഹംദുലില്ലാഹ്. ഇനിയും അല്ലാഹു തആല നമ്മുടെ മദ്രസ സംവിധാനത്തെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. പ്രവാസ ലോകത്തുള്ള നമ്മുടെയൊക്കെ പരിധികളും പരിമിതികളും ഒക്കെ നമ്മൾ അറിയുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്, അത് നമ്മൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മുടെ മജ്ലിസുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ.
ഇത് കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് നമുക്ക് ഏറ്റി തെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി വളരെ ഭംഗിയായി ഇതിൻ്റെ അവസാനം വരെ വളരെ നല്ല നിലക്ക് നടത്തുവാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. Respected parents, judges and my dear audience, today we are in the special occasion of Al-Mahabba hosted by Abu Huraira Madrasa, and I would like to tell my thoughts about neighborhood, Islamic values of neighborhood and opportunities in the diaspora world. This topic is very relevant nowadays because minds are far apart but homes are close. In Islam, the rights of neighbors are held in high regard, and the Quran and the Prophet Muhammad sallallahu alaihi wasallam's teachings emphasize the need and importance of fostering good relationships with our neighbors, regardless of their faith, race, background, or status. Allah subhanahu wa ta'ala says the importance and seriousness of neighborhood in Surah An-Nisa, ayah 36. Prophet Muhammad sallallahu alaihi wasallam says, in the sight of Allah, the best companion is the one who is best toward him, and the best neighbor is the one who is best towards his neighbor. In this hadith, we should understand two very, very important things. The first thing is that how good a neighbor is, how great a neighbor is. And the second and the most important thing is that how we should act towards our neighbor. Prophet Muhammad sallallahu alaihi wasallam said, the one who harms his neighbor, he is not in the path of Islam. After hearing these two hadiths, we should understand the importance of not harming our neighbors. يا نساء المسلمات لا تحقرن جارة لجارتها ولو فرس نشاة. This declaration of the Prophet Muhammad sallallahu alaihi wasallam emphasizes the need of gives and takes, which were an old habit of us before. It means, oh Allah, oh Abu Dhar, when you make a meal, add a bit water to it and consider it for your neighbors also. In this hadith, we should understand the need of emphasizing good gives and takes with our neighbors. And this gives and takes were once a regular sight in our lands, but now it's only things that we can read in books and poems. Generosity. The Prophet Muhammad sallallahu alaihi wasallam said, if you're full, but if your neighbor is out there starving, go help him. It's a need for us to help our neighbor, and this emphasizes the need of helping our neighbors. However, with all this openness and communication today, no one seems to know about one another. Neighbors hardly get to know each other. No one tolerates each other. And most of the neighbors nowadays won't let their kids be disciplined by another neighbor. Well, in the middle of all this happening, Prophet Muhammad sallallahu alaihi wasallam said, Jibreel alayhi salatu wassalam kept telling me about neighbors until I thought I would keep them as my own inheritance. In this hadith and the other one I told before, we should understand that we should keep our neighbors just like family, because Prophet also said that sometimes neighborly ties are way more important than blood ties. Do you know how many Muslims who pray at the night, who pray in the morning, who pray for important salah, fast in the morning, but yet ruin their good deeds by doing a simple thing of harming their neighbors through acts or words, by cursing them, by harming them, by putting garbage in front of their house, or putting their car in front of their house, which is making them unable to do something.
About this all, Allah subhanahu wa ta'ala already said about this in Surah Al-Ahzab, ayah 21. This is where we should know the neighborhood potential of the diaspora world. Do we know who our neighbors are? Do we know their names? It's an obligation for us to know. Every Muslim here should know who their neighbors are. And in the diaspora world, we should also have an obligation to address our ideas and the culture accurately in the society. Among us who have settled in the diaspora world for work and so on, I want to tell you, we need to revive our old habits of mutual recognition, mutual visits, and etc. And we also need to change our ways of cooperating and helping each other. Let us remember that being a good neighbor, it's not a hard or a passive duty, but an active expression of faith. And through kindness, patience, and support, we can embody the Islamic values of compassion and justice. In doing so, make the world a better place, starting with our own communities. May Allah give us a fulfilling life in harmony and peace. Neighbors, and make us a good neighbor, a wonderful neighbor. Grant us the ability to live in harmony and peace with those around us. وآخر دعوانا أن الحمد لله رب العالمين. الصلاة والسلام على رسول الله وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. صندي يا طه مددي يا واحة منا يا راحة تسليمات أنت هادينا أنت حامينا أنت مولانا أدركنا سندي يا طه مددي يا واحة منا يا راحة تسليمات خلقك القرآن قولك الفرقان إنما أنت تفاوحت بوحي المنان اسمك الأعلى في عرش الإله وعليك يصلي الملك والأملاك أنت هادينا أنت حامينا أنت مولانا أدركنا صندي يا طه مددي يا واحة منا يا راحة تسليمات علمك العلم حلمك الحلم فاق شرفك شرف للمرسلين صبرك الصبر قدرك القدر فحطيب رحمتك كل العالمين أنت هادينا أنت حامينا أنت مولانا أدركنا سندي يا طه مددي يا واحة منا يا راحة تسليمات السلام عليكم. السلام عليكم. മദീനാപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന ജീവ നൽകാൻ മലര് വരിയിൽ പാറും പിറവിതാകാൻ മനസ്സിൽ കൊതി മുത്തിന ജീവ നൽകാൻ മദീനാപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിന ജീവ നൽകാൻ മലര് വരിയിൽ
പാറും പിറവിതാകാൻ മനസ്സിൽ കൊതി മുത്തിൻ പറന്നിറങ്ങാൻ മധുരവിധി കൊണ്ട് മരിച്ചു വീഴാൻ മഹിമണ്ണിൽ ചേർന്ന് മണലിലാകാൻ മധുരവിധി കൊണ്ട് മരിച്ചു വീഴാൻ മഹിമണ്ണിൽ ചേർന്ന് മണലിലാകാൻ മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിനജീവ നൽകാൻ മലര് വരിയിൽ പാറും പിറവിതാകാൻ മനസ്സിൽ കൊതി മുത്തിൻ പറന്നിറങ്ങാൻ മാണിക്യവും മരതകവും മാറി നിൽക്കും മണൽ തരികൾ മാധുര പൂവാം റസൂലിനേടിലുണ്ടത് മാനിക്കണം മാമദീന വാസികളാൽ മേന്മകളെ മാധുര പൂവിൻ്റെ ഹുബ് നേടിലുണ്ടത് മിന്നുന്ന മസ്ജിദിൽ മുന്നത്ത് സഫദ മിന്നി തെളിഞ്ഞതിരിക്കണം മിണ്ടാതെ മുത്ത് റസൂലിന്റെ ചാരത്ത് മുട്ടിയെരുമിരസിക്കണം മിന്നുന്ന മസ്ജിദിൽ മുന്നത്ത് സഫദ മിന്നി തെളിഞ്ഞതിരിക്കണം മിണ്ടാതെ മുത്ത് റസൂലിന്റെ ചാരത്ത് മുട്ടിയെരുമിരസിക്കണം മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിനജീവ നൽകാൻ മലര് വരിയിൽ പാറും പിറവിതാകാൻ മനസ്സിൽ കൊതി മുത്തിനജീവ നൽകാൻ മധുരവിധി കൊണ്ടു മരിച്ചു വീഴാൻ മഹിമണ്ണിൽ ചേർന്ന് മണലിലാകാൻ മധുരവിധി കൊണ്ടു മരിച്ചു വീഴാൻ മഹിമണ്ണിൽ ചേർന്ന് മണലിലാകാൻ മദീനപുരി ഈന്ത മരങ്ങളാകാൻ മനസ്സിൽ കൊതി മുത്തിനജീവ നൽകാൻ മലര് വരിയിൽ പാറും പിറവിതാകാൻ മനസ്സിൽ കൊതി മുത്തിൻ പറന്നിറങ്ങാൻ. അസ്സലാമു അലൈക്കും. السلام عليكم. أسر ملا ملر نبي نبي حبيبي يا حسنة نسل نبي نبي حبيبي يا أسر ملا ملر نبي نبي حبيبي يا حسنة نسل نبي نبي حبيبي يا അസവദ് മഹിയിൽ അബിയല് മതമായി ഉദിച്ചുള്ള മധുരമിതാ അഷ്ഹദ് കലിമ അലങ്കൃത പൊലിമ വിധിച്ചുള്ള മഹിമയിതാ അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസൽ നബി നബി ഹബീബിയ അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസൽ നബി നബി ഹബീബിയ അസ്വദ് മഹിയിൽ അബിയല് മതമായി ഉദിച്ചുള്ള മധുരമിതാ അഷ്ഹദ് കലിമ അലങ്കൃത പൊലിമ വിധിച്ചുള്ള മഹിമയിതാ ചൊങ്കാരലങ്കാര പൊന്നാര മുത്ത് അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസൽ നബി നബി ഹബീബിയ റഹ്മത്തിൻ്റെ സബബ് നബി ശുജാഅത്തിൻ്റെ തികവർ നബി റഹ്മത്തിൻ്റെ സബബ് നബി തികവർ നബി റഹ്മത്തിൻ്റെ സബബ് നബി ശുജാഅത്തിൻ്റെ തികവർ നബി മികവറ്റൊരു മതിയായി തികവർ നബി മികവറ്റൊരു മതിയായി ചൊങ്കാരലങ്കാര പൊന്നാര മുത്ത് അസർ മുല്ല മലർ നബി നബി ഹബീബിയ ഹസനത്തിൻ നസൽ നബി നബി ഹബീബിയ
അസർ മുല്ല മലര് നബി നബി ഹബീബിയ ഹസനത്തിൻ നസല് നബി നബി ഹബീബിയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീരക്കരു ഹംസപ്പടക്കുട സിംഗം വൻപിലൊരുങ്ങും മംഗം വെള്ളിരതാ വീരംഗം പൂരം ഹാരു പൊരുതുവതാം പരലുട ഉദവിയും അരുള് സദാം കഠിനമയണ്ടും ബാള് രണ്ടാതാ ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മധ്യരതക്കല പാലവെണ്ണം ബാള് രണ്ടാതാ ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മധ്യരതക്കല പാലവെണ്ണം ബിരുദോടെ കല്ലടി ചില്ലടി പടകമ പിടുകിട കിസ ഓഹദാ വീരക്കരു ഹംസപ്പടകുട സിംഗം വൻപിലൊരുങ്ങും മംഗം വെള്ളിരതാ വീരംഗം പൂരം ഹാരു പൊരുതുവതാം പരലുട ഉദവിയും അരുള് സദാം കഠിനമയണ്ടും ബാള് രണ്ടാതാ ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മധ്യരതക്കല പാലവെണ്ണം ബാള് രണ്ടാതാ ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മധ്യരതക്കല പാലവെണ്ണം ബിരുദോടെ കല്ലടി ചില്ലടി പടകമ പിടുകിട കിസ ഉഹദാ ചിരി ചടു ചട അടു ചടുതിൽ ചോടും കഠിനമെ അണിപ്പുകിന്തകതേറി നിന്നിടലായി അടിതറ കൊണ്ടും വീര കൊടുമയിൽ വെള്ളും തെള്ളുന്തതേ ചീറ്റ പുലി പല അടവറിന്തത പാരി വേറ്റിടലായി തികലാണ് പുകിലാണ് ചകമാണ് എണ്ടും തിത്തിരി തത്തിരി മത്തിരി വമ്പർ നിത്തിരി കൊണ്ടും മതിച്ചിട്ട് മലചലം കിടുങ്ങിട്ടു പുലി ഹംസം പൊരുതിട്ടും വീരത മണ്ണും ശൂരത മണ്ണും പൊടിനൊരുങ്ങി വണ്ണല വെണ്ണും കീർത്തി പെറ്റവരാ വീരക്കരു ഹംസം പടക്കുട സിംഗം വൻപെരുങ്ങും മംഗം വെള്ളരതാ വീരംഗം പൂരം ഹാരു പൊരുതുവതാം പരലുട ഉദവിയും അരുള് സദാം കഠിനമയണ്ടും ബാള് രണ്ടാതാ ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മധ്യരതക്കല പാലവെണ്ണം ബാള് രണ്ടാതാ ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മധ്യരതക്കല പാലവെണ്ണം ബിരുദോടെ കല്ലടി ചില്ലടി പടകമ്പ പിടുകിട കിസ ഉഹദാ ആരാ തിരുഗുരു നബി പുകളാൽ അമ്മ ജിഹത്തറുകൾ അസദുൽ ഇലഹ് ശൂരിത തികവാം പടയിടുന്നുണ്ടും കേറി കണ്ടുവതൻ കരിശിലതാ പോടാ പുറമിലെ മഹശുജ ഒരു വീറി കാട്ടിടലായി ചിതറാതെ പതറാതെ ഉരിയാതെ നിന്റെ ഉമ്പിളി ഇമ്പര ഇൽമുട സംഗമ ഹക്കിണിയെങ്ങും വിണ്ടിട്ട് മലചലം കിടുങ്ങിട്ടു പുലി ഹംസ പൊരുതിട്ടും വീരത മണ്ണും ശൂരത മണ്ണും പോടിനൊരുങ്ങി വണ്ണല വെണ്ണും കീർത്തി പെറ്റവരാ വീരക്കരു ഹംസപ്പടക്കുട സിംഗം വൻപിലൊരുങ്ങും മംഗം വെള്ളരതാ വീരംഗം പൂരം ഹാരു പൊരുതുവതാം പരലുട ഉദവിയും അരുള് സദാം കഠിനമയണ്ടും ബാള് രണ്ടാതാ ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മധ്യരതക്കല പാലവെണ്ണം ബാള് രണ്ടാതാ ഉണ്ടൊരു കൈമലയണ്ടും വാശി വിണ്ടിടും മധ്യരതക്കല പാലവെണ്ണം ബിരുദോടെ കല്ലടി ചില്ലടി പടകബ പിടുകിട കിസ ഉഹദാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. سبيل الهدى طه منير الورى عليه صلى سلم الله دائما الله أهدى
في ظلام الثرى أنار الأنام بضياء السلام رسول الملاحم فصيح اللسان وصفه الله بصفات علام رسول الملاحم فصيح اللسان وصفه الله بصفات علام سبيل الهدى طه منير الورى عليه صلى سلم الله دائما أضاء هدى في ظلام الثرى أنار الأنام بضياء سلام علمنا القرآن أرشدنا الفرقان أنقذنا من حرارة النيران شافعنا نور الله شاهدنا سر الله صفوة الرحيم من برية الله علمنا القرآن أرشدنا الفرقان أنقذنا من حرارة النيران شافعنا نور الله شاهدنا سر الله صفوة الرحيم من برية الله خير الخلائق روح الحقائق هد بيدي في ذلتي شمس النبوة نور الرسالة كل معين وسيلتي خير الخلائق روح الحقائق هد بيدي في ذلتي شمس النبوة نور الرسالة كل معين وسيلتي سبيل الهدى طه منير الورى عليه صلى سلم الله دائما الله أهدى في ظلام الثرى أنار الأنام بضياء السلام أشرف عرب وعجم أحسن خلق وكرم أرسله سيدا لكافة الأمم رائحة طيب نبي زين الدنا بنبي ما أجمل ما أطيب طيبة النبي أشرف عرب وعجم أحسن خلق وكرم أرسله سيدا لكافة الأمم رائحة طيب نبي زين الدنا بنبي ما أجمل ما أطيب طيبة النبي خير الخلائق روح الحقائق هد بيدي في ذلتي شمس النبوة نور الرسالة كل معين وسيلتي خير الخلائق روح الحقائق هد بيدي في ذلتي شمس النبوة نور الرسالة كل معين وسيلتي سبيل الهدى طه منير الورى عليه صلى سلم الله دائما الله أهدى في ظلام الثرى أنار الأنام بضياء السلام رسول الملاحم فصيح اللسان وصفه الله بصفات علام رسول الملاحم فصيح اللسان وصفه الله بصفات علام السلام عليكم ورحمة الله وبركاته അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. സുബിഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോട നിന്ന് അസ്സലാമൊഴിയേ അസ്സലാമൊഴിയേ. പാപിനാൻ വിദൂരയാണ് മോഹമാത്തിറ റൗലയാണ് കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ കാണുവാൻ കൊതിയേ. കനവിലങ്ങു വിരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്തു നൽകാം കാത്തിരുന്ന് നിരാശയാൽ ഞാൻ പാടിയ നബിയേ. സുബിഹി ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോട നിന്ന് അസ്സലാമൊഴിയേ അസ്സലാമൊഴിയേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
Assalamu alaikum. Today I would like to speak about our beloved Prophet Muhammad, peace be upon him. His teaching emphasized the importance of compassion, justice, and the oneness of God. He encouraged his followers to treat others with kindness and to seek knowledge. Throughout his life, Muhammad, peace be upon him, faced many challenges, including rejection and hardship. Despite this, he stayed true to his mission, showing incredible patience and strength. His honesty earned him the title Al-Amin, or the trustworthy. Muhammad, peace be upon him, also taught us about forgiveness and compassion. In his final ceremony, he emphasized that everyone is equal no matter their backgrounds, reminding us that we all are part of one human family. In conclusion, the life of Prophet Muhammad, peace be upon him, is a powerful example of love. His legacy encouraged us to work towards a world filled with understanding and peace. Assalamu alaikum. Assalamu alaikum wa rahmatullahi wa barakatuh. Today I am honored to speak about the most figure history, Muhammad sallallahu alaihi wasallam. Know for his honest kindness and justice. His life and teaching have guidance millions on the path of the conversion and his integrity. In his benefit speech, I could like to share images of his noble charism and enduring. Prophet Muhammad sallallahu alaihi wasallam is renewed as a compassion and spirit leading who spread the message of peace, justice, and mercy. Born in Makkah in 517th century, he was known for his honesty and integrity. Either the title Al-Amin, the trustworthy. Through his championed equine kindness and forgiveness, treat even his enemies with respect and humility. His teachers, as found in the Quran and his saying in Hadith, have influenced millions, implementing compassion, charity, and importance of a good character. Assalamu alaikum. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 1921 മലബാർ ചരിത്രം. രചന ഹംസോ നരോക്കാവ്. ജീകം തങ്കം പാതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെല്ലൂടൽ പടവെടിവോടെ ദമജക പടർ കോടും ഇംഗ്ലണ്ടാറുമൂറെക്കാരാമില്ല ബരി നിറക്കി ബരീറ പേരി ചോറ ജശമർ പതിപ്പര് മതതില്ല ചതിപ്പര് വെള്ളക്കാർ തകർത്തൊള്ളിപ്പോര് കാഹ കൊലകുത്തും കലമ്പല്ലും ചോറ് തക്കം പട വെല്ലുവർ മുന്തരന്തേ രംഗമലങ്കി കിങ്കേ മമാലണി ഗുണെ ചുണെ തണൽ തമാ തമഗമ സുമ്മാമൽ ഇമ്മണി മലബാറിലെ ചേതി പൊരുൾ വിരുത്താരേ ജീകം തങ്കം പാതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെല്ലൂടൽ പടവെടിവോടെ ദമജക പടർ കൊടും ഇംഗ്ലണ്ടാറുമൂറെക്കാരാമില്ല ബരി നിറക്കി ബരീറ പേരി ബരി നിറക്കി ബരീറ പേരി ഉഗമനസകം പാക ചീന്യം തുള്ളാം വെള്ളക്കാർ ഉഗന്തുട സൂയിപ്പാക്കി ചെപ്പി തരം ചെപ്പിയോർ ഉഗന്തുള്ള വെള്ളപ്പാട കുരുക്കിട്ട് ഭരിത്തെ അതർദിക്ക് അന്തമാനി കയത്തെ ബിരിത്തെ നാടും വീടും കടത്തിട്ടു പിരിത്തെ ഉടൽ പിടിപേടും തടവുകൾ കടർ കോടുമാകൽ വാഗൻ രാജടി അടവുകൾ വാടിക്കേട വള്ളുവരും വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ പട്ടം കെട്ടി പറ്റിച്ചേ വെടി പൊട്ടിച്ചേ ഗതി മുട്ടിച്ചേ പട്ടം കെട്ടി പറ്റിച്ചേ ഊക്കമുത്ത വള്ളുവരും കുതിച്ചേ കേറ്റിംഗ്ലണ്ടി മണ്ണിനെ പറിച്ചേ
പോറ്റി മലബാറന്തസ് കുറിച്ചേ പൊള്ളും കൊള്ള തുള്ളി ബിള്ളി വെള്ളപ്പാട പണിത ബിള്ളാം സിറ 921 വാഹിദ 921 വാഹിദ ജീകം തങ്കം പാതി മണ്ണ് മലബാറിൽ പണ്ടാകണം വെല്ലൂടൽ പടവെടിവോടെ ധമജഗപടർ കൊടും ഇംഗ്ലണ്ടാറുമൂറക്കാരമില്ല ബരിനിറക്കി ബറിറ പേരി ചോറ ജയശമർ പതിപ്പേര് മതതില്ല ചതിപ്പേര് വെള്ളക്കാർ തകർത്തൊള്ളിപ്പോര് കാഹ കൊലകുത്തും കലമ്പലും ചോറ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. വസന്തം വരുന്നു, വസന്തം വന്നു ചേരുന്നു, റബീയുൽ അവ്വലാകുന്നു, പ്രപഞ്ചം പൂത്തു നിൽക്കുന്നു, ഹബീബിൻ മാസമാകുന്നു. വസന്തം വന്നു ചേരുന്നു, റബീയുൽ അവ്വലാകുന്നു, പ്രപഞ്ചം പൂത്തു നിൽക്കുന്നു, ഹബീബിൻ മാസമാകുന്നു. ജഗത്തിൽ കോടിഗോളങ്ങൾ ഭൂമി നോക്കി നിൽക്കുന്നു, വെണ്ണിൽ നിന്നും മലക്കുകളാകെ മണ്ണിൽ വന്നു ചേരുന്നു. ജഗത്തിൽ കോടിഗോളങ്ങൾ ഭൂമി നോക്കി നിൽക്കുന്നു, പെണ്ണിൽ നിന്നും മലക്കുകളാകെ മണ്ണിൽ വന്നു ചേരുന്നു. വിരിയാൻ പൂവുകൾ ഒന്നായി റബീഅ് കാത്തു നിൽക്കുന്നു. റബീഅ വിരിഞ്ഞുവെന്നായാൽ സുഗന്ധം പാരി നിറയുന്നു. വസന്തം വന്നു ചേരുന്നു, റബീഉൽ അവ്വലാകുന്നു, പ്രപഞ്ചം പൂത്തു നിൽക്കുന്നു, ഹബീബിൻ മാസമാകുന്നു. മർഹബ 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 യാ നൂറൈനി, മർഹബ 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 ജദ്ദൽ ഹുസൈനി, മർഹബ 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 അഹ്ലൻ വസഹ്ലൻ, മർഹബ 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 യാ ഖൈറദായി. വെളിച്ചം തൂക്കിടാൻ നിറമുള്ളതെല്ലാം വെമ്പൽ കൊള്ളുന്നു. പ്രകാശത്തിൻ്റെ മേലെ പ്രകാശമായവരെ കൊതിക്കുന്നു. വെളിച്ചം തൂക്കിടാൻ നിറമുള്ളതെല്ലാം വെമ്പൽ കൊള്ളുന്നു. പ്രകാശത്തിൻ്റെ മേലെ പ്രകാശമായവരെ കൊതിക്കുന്നു. മർഹബ. Alhamdulillah, alhamdulillah. Allahumma salli ala Sayyidina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. Respected teachers, esteemed guests, and my dear friends. Assalamu alaikum wa rahmatullahi wa barakatuh. In the name of Allah and the most merciful, today I would like to talk about the role of schools in social development. Islam places a great importance on both knowledge and community. قال رسول الله صلى الله عليه وسلم طلب العلم فريضة على كل مسلم. Our Prophet Muhammad صلى الله عليه وسلم said, seeking knowledge is an obligation upon every Muslim, reminding us that knowledge is just not for our personal development but also for our social development. Schools are just not places for academic learning, but also where our character is built and values are instilled. Allah subhanahu wa ta'ala says in Surah Al-Mujadila, يَرْفَعَ اللَّهُ الَّذِينَ آمَنُوا وَالَّذِينَ أُوتُوا الْعِلْمِ دَرَجَاتٍ. Allah will raise those who have believed among you and those who are given knowledge by degrees, reminding us that knowledge elevates us both in faith and actions.
Students learn important life skills like critical thinking, ethical behavior, and teamwork from a school. Alongside education, it is crucial to integrate Islamic values like fostering respect, honesty, and responsibility. By participating in community services and supporting one another, students embody the principles of empathy and service. A school should encourage this by offering opportunities to students to contribute to society's well-being. Education is a lifelong journey, as our Prophet Muhammad sallallahu alaihi wasallam advised us to seek knowledge from the cradle to the grave. By actually engaging in a school life, students not only gain knowledge, but also develop qualities like empathy, leadership, and responsibility. By participating in community services and doing collaborative projects, students as one contribute to society's well-being. A school should nurture this by participating the students for the compassion and faith in Islamic values. In summary, a school play a vital role in both personal and social development. While blending education with Islamic values, may Allah subhanahu wa ta'ala guide us all in our studies and make a positive impact on our life. Ameen, Ameen, Ya Rabbil Alameen. And I don't want to prolong my speech. I end my speech here. Wa akhir da'wana wa alhamdulillahi Rabbil Alameen. Assalamu alaikum wa rahmatullahi wa barakatuh. Respected leaders, parents, brothers and sisters, Assalamu alaikum. Today we have gathered here on this occasion of Al-Mahabba 2024 to celebrate the birthday of our beloved Prophet Muhammad sallallahu alaihi wasallam. I would like to notice your attention about one of his most important miracles, the Holy Quran. The third pillar of faith is to believe in holy books. The Quran is the most important book of Allah and the last of the divine revelation. It is also known as Furqan al-Azim. The Quran is the only book which remains in its original form and has for centuries, even now, and it will remain so until the day of judgment. The other holy books have undergone various alterations, and their original versions are no longer available today. Hence, they are no longer valid. The Quran is the Muslims will earn great rewards for reciting the Quran, especially in the month of Ramadan. For each letter recited, there are 10 rewards from the Quran. The Quran will intercede for us on the day of judgment. We have to respect the Holy Quran and we have to live in accordance with its meanings and instructions. I am going to recite a small surah which has a lot of meanings. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. By time, indeed, mankind is in loss, except for those who have believed and done righteous deeds and advised each other to truth and advised each other to patience. Now, I am concluding my speech here as my friends are waiting for their turn. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാട്ടെ. ആമീൻ. മുത്തു റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരെയും സൃഷ്ടിക്കാൻ അള്ളാഹ് കാരണം നബിയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ലൗലാക ലമാ ഖുലിഖത് അഖ്ലാഖ്. നബിയെ, അങ്ങില്ലായിരുന്നു ഞാൻ ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്.
സഹോദരങ്ങളെ, അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ ആ നബിയെ ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ റസൂലിനെ സ്നേഹിക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അറേബ്യയുടെ മണൽ പരപ്പിൽ കത്തുന്ന സൂര്യന്റെ മുന്നിൽ ഖുറൈശികളുടെ ഭീഷണിക്ക് മധ്യ അള്ളാഹുവിനെ സർവ്വം സമർപ്പിച്ച തിരുനബിയെ സ്നേഹിക്കാൻ അർഹതനായ വേറെ ആരാണ് ഈ ലോകത്തുള്ളത്? തിരുനബിയോട് സ്വഹാബാക്കളുണ്ടായ സ്നേഹം അതിലില്ലായിരുന്നു. കാരണം അവർക്ക് നബിക്ക് വേണ്ടി ശരീരം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അൻസാരികളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആലോചിക്കുക, അങ്ങ് ഞങ്ങളോട് ആർത്തുലക്കുന്ന കടലിലേക്കാണ് ചാടാൻ പറഞ്ഞതെങ്കിലും അത് ഞങ്ങൾ തയ്യാറാണെന്നായിരുന്നു. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരായിരുന്നു സഹാബാക്കൾ. ലോകഗുരു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയം സഹാബികൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ ഏറ്റവും ദുഃഖജലമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വികാരാധനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ പറ്റാതെ ഇരുന്നുപോയി. ചിലവർ നബിയെ കാണാത്ത കണ്ണെന്തിനാ പറഞ്ഞ് കണ്ണു കുത്തിപ്പൊട്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. വാഖിറു ദഅവാനാ വനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹസരണമായ ഈ ശുഭദായക അന്തരീക്ഷത്തിൽ അൽ മഹബ്ബ ഫെസ്റ്റ് 2024 എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, വെറുപ്പും വിദ്വേഷവും പടരുന്ന ഒരു കാലത്ത് ചിരിയെ ആയുധമാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് പോലും സാഹസികമായ ഒരു ദൗത്യമാണ്. എങ്കിലും നമുക്ക് സ്നേഹ സൗഹൃദങ്ങളെ പറ്റിയും ചിരിയെ സംബന്ധിച്ചും എല്ലാം വാത്തോരാതെ പറയേണ്ടതുണ്ട്. മദീനയിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിക്കുമായിരുന്നു. മനസ്സ് തുറന്ന് വെളിച്ചം വിതറി അങ്ങ് ചിരിക്കുക അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറ്റാരോ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ സിറാത്ത് പാലം അതിജീവിക്കുമെന്നും ചിരിച്ചു തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നായിരുന്നു തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. ഇതിൽ നിന്ന് ചിരിയുടെ ഇസ്ലാമിക മാനം വ്യക്തമാണ്. അതിരും മാനവും പരിഗണിച്ചുകൊണ്ടുള്ള ചിരിയും പുഞ്ചരിയും ദാനമായി കാണുന്ന ഇസ്ലാം സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് ദാനമായി കാണുന്ന പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് മനുഷ്യബന്ധങ്ങളെ സാഹി സ്വഭാവത്തിൽ നിലനിർത്തുന്നത്. മഞ്ഞുരിക്കുന്നത്, സൗഹൃദം പടർത്തുന്നത്, സ്നേഹോഷ്മളമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്, എങ്ങനെയാണ് നമുക്കിടയിൽ വെറുപ്പ് പകരുന്നത്, എന്തുകൊണ്ടാണ് സ്നേഹബന്ധങ്ങൾ തകരുന്നത്, സൗഹൃദ ബന്ധങ്ങൾ ഉടഞ്ഞു വീഴുന്നത്, രാഷ്ട്രീയം, സമുദായം, മതം ഇതിൻ്റെയൊക്കെ പേരിൽ അടർന്നു മാറേണ്ടവരും ഭിന്നിച്ച് കളയേണ്ടവരുമാണോ നാം മനുഷ്യർ? ഏത് മതമാണ് മനുഷ്യരോട് വെറുക്കാനും പരസ്പരം അകലം പാലിക്കാനും കൽപ്പിക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയം പരസ്പരം വെറുക്കുന്നതിന് കാരണമാകുന്നുവെങ്കിൽ അതിനെ പരിഷ്കൃത യുഗത്തിലെ പരിഷ്കൃത മനുഷ്യർക്ക് വേണ്ടി പുനർസൃഷ്ടിക്കേണ്ടതുണ്ട്. സാമുദായികമായ നമ്മുടെ പ്രവർത്തനങ്ങൾ സമുദായങ്ങളെ തമ്മിൽ അകറ്റാൻ കാരണമാകുന്നുവെങ്കിൽ തീർച്ചയായും ഈ പ്രവർത്തന രീതിയെ കുറിച്ച് നാം പുനരാലോചിക്കേണ്ടതുണ്ട്. കൊണ്ടും കൊടുത്തുമുള്ള, ചിരിച്ചും കളിച്ചുമുള്ള ആ പഴയ സാമൂഹിക ജീവിതത്തെ എത്രയും വേഗം തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലരാം കുലം നീർത്തി നദി പോൽ മരുഭൂ ഹയാത്താക്കും ത്വാഹ റസൂൽ. മലരാം കുലം നീർത്തി നദി പോൽ മരുഭൂ ഹയാത്താക്കും ത്വാഹ റസൂൽ.
കുലം കുറിശദിത്ത ഹുദാ കലം ലോഹിൽ ഭരിത്ത ബദാ ബലം റുഹിൽ കുതുസത്തിൽ അർശാംഗം തലമല മടങ്കലിതാ മഹശര സാക്ഷി ഗുരു നബിയേ തിരുവഴിയേ അനുഗമിക്കാം തിരുഗുരുപ്പുകൾ മൊഴിയുടെ സരണികളിൽ ഹൃദയം സമർപ്പിക്കാം ഇരുജകമകിലം ഞാൻ നേദിക്കാം ഇരുജകമകിലം ഞാൻ നേദിക്കാം സുബമോ മകതും നരകാകുലവും മറന്നു കൊണ്ടാതില്ലേക്കാം മലരാം കുലം നീർത്തി നദി പോൽ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ കാമിൽ റസൂൽ വരവായ് കാവൽ നമുക്കുളവായ് കാമിൽ റസൂൽ വരവായ് കാവൽ നമുക്കുളവായ് ഉണരുന്നൊരുൾ പൂവ് അകുപാൽ സിമിതിന്നബിതില്ല ഉണരുന്നൊരുൾ പൂവ് അപ്പോ കാൽ സിമിബിന്നബിതില്ല കൽബറിന് പുകളോദാം സ്വല്ലല്ലാഹ് അലൈഹിസ്സലാം കൽബറിന് പുകളോദാം സ്വല്ലല്ലാഹ് അലൈഹിസ്സലാം മലരാം കുലം നീർത്തി നദി പോൽ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ മരുഭൂഹയാത്താക്കും ത്വാഹ റസൂൽ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. قمرون 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 سيدنا النبي قمرون وجميل 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 سيدنا النبي وجميل قمرون 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 سيدنا النبي قمرون وجميل 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 سيدنا النبي وجميل وكف المصطفى كالورد ينادي الله الله ويترح يبقى إذا مست أيادي الله الله وكف المصطفى كالورد ينادي الله الله ويترح يبقى إذا مست أيادي الله الله وعم نوالوحا كل العباد وعم نوالوحا كل العباد وعم نوالوحا كل العباد حبيب الله يا خير البرى يا قمرون 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 سيدنا النبي قمرون وجميل 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 سيدنا النبي وجميل ولا ذل لاح بل كان نورا الله الله تنال الشمس منه والبدور الله الله ولا ذل لاح بل كان نورا الله الله
تنال الشمس منه والبدور. الله الله. ولم يكن الحودا لولا زحورا، ولم يكن الحودا لولا زحورا، ولم يكن الحودا لولا زحورا، وكل الكون ينار بنور طه. قمرون 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 سيدنا النبي قمرون. وجميل 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 سيدنا النبي وجميل. السلام عليكم. Assalamu alaikum wa rahmatullahi wa barakatuh. I'm honored to speak on a profound topic with great importance: school and social development. As students, we are preparing to embark on our future, and understanding how faith can align with education and social development can provide us guidance and inspiration on our journey. Islam puts immense value in education. Our Prophet Muhammad sallallahu alaihi wasallam said that it is an obligation for every Muslim to seek knowledge. This hadith underscores the significance of education not only for personal growth but for the community at large. Schools are more than institutions for just learning. It is where characters are built and values are imparted. In Surah Al-Mujadila, Allah subhanahu wa ta'ala says, Allah subhanahu wa ta'ala will raise among those who have believed and those of you who have seek knowledge. This verse suggests that knowledge elevates an individual. In the school environment, students not only acquire academic knowledge, but also learn important life skills such as critical thinking, collaboration, and ethical behaviors. It is necessary to approach education with a mindset that combines both spiritual and moral development. Islam emphasizes the importance of social development. Our Prophet Muhammad ﷺ said that the best of the people are those beneficial to others. Students also play a vital role in social development by actively participating in community services, charitable events. Students can develop their skills. Schools should also provide these opportunities for students. It is necessary for me to say that implementing Islamic values into our activities and education can provide a well-rounded experience. Our Prophet Muhammad ﷺ said that we must seek knowledge from the cradle to the grave, reminding us that seeking knowledge is a lifelong journey that must be pursued with dedication and sincerity. Educators and students should strive to implement these values in the school curriculum. Respect for diversity, collaboration, and pursuit of knowledge should be represented in how we engage with others and how we engage with the community. The role of schools and social development within an Islamic framework is a harmonious blend of acquiring knowledge. May Allah subhanahu wa ta'ala guide you in your educational pursuit and grant you success in your endeavors. Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum. Uppa umma dinum mele ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ ദിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ ഉമ്മ ദിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ ദിനും മേലെ ഇഷ്ടം എൻ്റെ നബി
നബിയോട് എൻ്റെ പ്രേമഗാനം കേൾക്കോ യാ ഹബീബേ, എൻ്റെ പ്രേമഗാനം കേൾക്കോ യാ ഹബീബേ. കൽബിലുള്ളൊരാശ നിറയുന്ന നേശ കതിരൊളി ത്വാഹാവേ, കൽബിലുള്ളൊരാശ നിറയുന്ന നേശ കതിരൊളി ത്വാഹാവേ. പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിൽ കാമുകനോ നബിയെ, പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിൽ കാമുകനോ നബിയെ. അങ്ങേക്കുരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ, അങ്ങേക്കുരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. പാവമ്മാതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, പാവമ്മാതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ്, ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. പാവമ്മാതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, പാവമ്മ അതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി, കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിത്തീരില്ല, പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിത്തീരില്ല. നബിയുടെ മദ്ഹിലലിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ്, നബിയുടെ മദ്ഹിലലിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ്. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ, അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. പാവമ്മാതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, പാവമ്മാതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ്, ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. പാവമ്മാതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്, പാവമ്മാതിനും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. Assalamu alaikum. A date tree in heaven. Once upon a time there was a date tree. The owner of the date tree was rich but very cheap. He would never share any of his fruits to his next door poor neighbor. If the poor neighbor's children found any fallen fruits and took it, he would take it from their hand. He would even take it from their mouth. One day the poor neighbor went to Prophet Nabi sallallahu alaihi wasallam to solve the problem. The Prophet Nabi sallallahu alaihi wasallam went to the rich man and requested him to donate his tree. The Prophet Nabi sallallahu alaihi wasallam also promised to give him a date tree in heaven. The man did not like the Prophet's offer. When the Prophet was returning, another good guy asked, "If I donate that tree to you, will I get a date tree in heaven?" The Prophet Nabi sallallahu alaihi wasallam said yes. The good guy then went to the rich man and gave him his 40 trees for that one tree. The rich man liked the good guy's offer and gave his one tree. The good guy went to the Prophet and donated his tree to the Prophet. The Prophet Nabi sallallahu alaihi wasallam then gave it to the poor neighbor. Assalamu alaikum. The moral of the story is when you give your belonging, when you give your belongings to others, that means something will be even better in heaven. This story was by Ibn Kathir. Assalamu alaikum.